കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് കോലീബി സഖ്യം ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതലും അന്തർധാരയിലൂടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടികളും നയങ്ങളും ഇവർ സാധ്യമാക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് വർക്കുകളാണ് ഇടതുപക്ഷത്തെ തകർക്കുവാൻ വേണ്ടി ഇവർ സ്വീകരിച്ചു പോകുന്ന നയം. ഇപ്പോഴിതാ കാസർഗോഡ് പൈവളികയിൽ ഇത്തരത്തിൽ കോലീബി സഖ്യം ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കുവാൻ വേണ്ടി കാണിച്ച അതിക്രമം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തകർക്കുവാൻ വേണ്ടി കാണിച്ച അണ്ടർഗ്രൗണ്ട് വർക്കുകളെ അവിടുത്തെ സഖാക്കന്മാർ കയ്യോടെ കണ്ടെത്തുകയും മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും കൂടി ഒരുമിച്ച് നിന്ന് അലൈൻ ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിച്ച പരിപാടികൾക്കെതിരെ അവിടുത്തെ സഖാക്കൾ രംഗത്ത് വന്ന ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കുകയാണ്. അതായത് ഇടതുപക്ഷത്തിനെ തകർക്കുവാൻ വേണ്ടി ഇവർ സ്വീകരിച്ച പാരഡി ഗാനത്തിലൂടെ കോലീബി സഖ്യത്തിന്റെ അവർ തമ്മിലുള്ള അന്തർധാരയെ പൊളിച്ചെടുക്കുന്ന മുദ്രാവാക്യങ്ങളോട് കൂടിയായിരുന്നു സഖാക്കൾ പൈവളികയിൽ പ്രതികരിച്ചത്. തിരിച്ചടിച്ചു മുദ്രാവാക്യം തിരിച്ചടിച്ചുകൊണ്ട് കോലീബി സഖ്യത്തിനെതിരെ പൈവളിക്കയിൽ UDF കോലീബി സഖ്യം ഉണ്ടാക്കിയെന്ന മുദ്രാവാക്യമാണ്. താരാട്ട്പാടിലൂടെയാണ് ഏറ്റവും മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കോലീബി സഖ്യത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പൈവളിക്കയിലെ ഭരണം BJPക്കൊപ്പമാണെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും BJPക്കും പൊതുവായിട്ടുള്ള ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് കേരളത്തിൽ. പക്ഷേ പുറത്ത് BJPയെ എതിർക്കുവാൻ വേണ്ടി CPMന്റെയൊക്കെ സഹായം തേടുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ പോലും കേരളത്തിനകത്ത് ഇവരുടെ അന്തർധാര എത്രത്തോളം സജീവമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.